I never made it, but I know what it takes. I'm motivated by a... ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫർസിൻ. എല്ലാവർക്കും F57 പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളെ ഫോൺ വീണ്ടും കേടാണ്. നമ്മളെ വേറെ കേടുവരാൻ കാരണം ഒരു ചെറിയൊരു ഇതുണ്ടാകും. നമ്മൾ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ചിൽ പോയിട്ടുണ്ടാകും. നമ്മൾ ആ ടൈമിൽ നമ്മൾ ബീച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വ്ളോഗ് ചെയ്യാണ്ടിട്ട് പോയതാണ്. അങ്ങനെ കടയിൽ ഇറങ്ങിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇത്രത്തോളമൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ സാധാരണ ഇതുപോലെ ചെയ്യണ പോലെ തന്നെ കടലിൽ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു തിര വന്നിട്ട് ഇങ്ങനെ വന്നിട്ടാണ് മൂടി. അതിൽ ഫോണോ അല്ലാതെ ഞാൻ വരെ അതിൽ ഉൾപ്പെട്ട് പോയി. അങ്ങനെ ഫോണ് മൊത്തത്തിൽ വെള്ളം കയറി ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പോയി. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു ഫോണിൽ നിന്നാണ് നമ്മളൊരു ബ്രദറിൻ്റെ ഫോണിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതാ നമ്മളെ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി വന്നിരിക്കണം. വന്നപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഞാൻ അതുവരെ കാണാത്തൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് ഞാൻ അതുവരെയായിട്ട് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരു നല്ലൊരു സ്ഥലം നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനും അതുപോലെ നല്ല കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യൂവും ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കാണാം. അതുപോലെ തന്നെ നമ്മളത്തെ വ്ളോഗ് നമ്മൾ ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് നിന്ന് പാതിത്തപ്പുറ ആണ് ഒരു സ്ഥലം, നമ്മളെ ചങ്ങരംകുളം ഭാഗത്ത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. അതാണ് ഈ സ്ഥലം കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ജസ്റ്റിന് വന്നപ്പോൾ ഫാമിലിക്ക് വന്നപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണേന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് മൊത്തം കാണിച്ചു. ഇവിടെ നിന്നാനെ കണ്ടോ, നല്ലൊരു വ്യൂ. ഇതൊക്കെ ഏതാ സ്ഥലം എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഓരോ സ്ഥലം ഇവിടുന്ന് അടിക്ക് വീണ് കഴിഞ്ഞാൽ തീർന്നു, തലടിച്ചു വീഴും. ഇവിടെ അടിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല തോന്നുന്നു കേട്ടോ. അവിടെ അടിയിലൊക്കെ ഞാനിപ്പോൾ എങ്ങനെ ഇറങ്ങാൻ പഠിച്ചാണ്. അവിടെ കാല് തെറ്റി കഴിഞ്ഞാലേ അടിക്ക് പോകും ഉറപ്പായിട്ടും. ഒരു പേടി. എന്താ പോണു, ഞാൻ പോണില്ല അവിടേക്ക്. എന്തായാലും തിരിച്ചു അവിടേക്ക് പോയാൽ കുറച്ച് ഡേഞ്ചറാണ്. എന്തായാലും തലടിച്ചു നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട്. നമ്മൾ അനിയനാണ് നിൽക്കുന്നത്. ഇപ്പം അവരെവിടെ പോയി എന്താ നമ്മളിങ്ങനെ നെക്സ്റ്റ് പോകാൻ നിൽക്കുന്നത് ആ കാണുന്നുണ്ടല്ലോ, മറ്റേ വെള്ളമൊക്കെ ശേഖരിക്കണ സ്ഥലം ആ കാണും. അവിടേക്ക് പോകാൻ നമ്മൾ നോക്കണത്. വാടാ നോക്കി ഇറങ്ങിക്കോട്ടോ. അവിടെയാണ് കല്യാണം നടക്കുന്നത് കേട്ടോ. ആ ഭാഗത്ത് പന്തലൊക്കെ ഇട്ടിട്ട് അധികം കിട്ടില്ല തന്നെ സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് തന്നെ. കല്യാണത്തിനും വേണ്ടിയിട്ട് വന്നതാണ് ആദ്യം വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ അതിൻ്റെ അടുത്തെത്തി. നമ്മൾ ആ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി. അതിന് മേലെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. പോയി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. അവിടെ നമുക്ക് ലാസ്റ്റ് പോവുക. അവിടെ കോണയൊക്കെ ഉണ്ട് കേട്ടോ, കയറാൻ പറ്റുന്ന തോന്നുന്നു. നമുക്ക് ആദ്യം ഈ ഭാഗത്തൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല സ്ഥലം കേട്ടോ. ഇവിടെ ശരിക്കും രാവിലെ വരണം, ഒരു 5:30-6 മണി ആ ടൈമിലൊക്കെ ഇങ്ങോട്ട് വരണം. നല്ല മഞ്ഞാവും അത്ര പറഞ്ഞ കേട്ടോ. അത്ര എന്തായാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും മഞ്ഞൊക്കെ ഉണ്ടാവും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനിപ്പോൾ അതാ ഈ ഒരു അറ്റത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ ഇതുപോലെ തന്നെ വലിയ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ഥലം തന്നെ കേട്ടോ. അതേ സ്ഥലം കുറച്ച് നമ്മൾ നേരത്തെ ആ ഭാഗത്ത് കണ്ടത്, ആ കാണുന്ന ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ ഇതാ കുറച്ചും കൂടി മാറി. ഇവിടെ അടിക്കൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. രസം കിട്ടും അവിടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിക്കണം. അങ്ങനെ കറങ്ങി പോകേണ്ടി വരും അവിടേക്ക്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇനി അവിടേക്ക് കോണിപ്പാടി ഉണ്ടാകുന്നറിയില്ല, വേറെ എങ്ങനെ കയറേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ. അങ്ങനെ കറങ്ങി പോകേണ്ടി വരും. ഓരോട്ടോ ഇല്ല അത് കയറണതാ. നമുക്ക് വഴിയൊക്കെ ഉണ്ട്. ഓ പൊന്നി അല്ല പാമ്പൊക്കെ ഉണ്ടോ നോക്കിക്കോട്ടോ. നമ്മളെ ടീമുകളൊക്കെ മേലെ എത്തിക്കണം. പൊന്നി
ഇഷ്ടാ ഉഷാർ സ്ഥലം അടുത്ത് നിൽക്കണ്ട ഒന്നുകൂടി മേലെ പോകാണ്ട് നോക്കി കയറിക്കാട്ടാ ലാസ്റ്റ് സ്റ്റെപ്പ് ഓ ഇതിന് മേലെ കയറാൻ പറ്റുമെന്ന് അറിയില്ല അതിന് മേലെ കയറാൻ പറ്റുമെങ്കിൽ ഉപകാരം അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാൻ നമുക്ക് വെള്ളം ഉണ്ടാ നോക്കാൻ ഇതെന്താ കറങ്ങി കളിക്ക എന്താ ആ മേലക്കുണ്ട് കയറി നോക്കി വെക്കാം മെല്ലെ നടന്നോട്ടോ മോന്ന് വീഴും കയറി 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 ഇതട്ടോ അതിന് മേലെ ഇതാ ഈ കാണാൻ പോലെയാണ് ഞാൻ ഇതിൽ വലിയ ടാങ്ക് ഉണ്ടാവില്ലേ അതാന്ന് വിചാരിച്ചത് ഇത് സാധാ ഇതിൽ വെള്ളം ഉണ്ട് തോന്നുന്നതാ ഇതൊന്നും ടാങ്ക് ഇത് കാണുന്നു തുറക്കാൻ വയ്യ ഓ ഇതിലെ സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ വന്ന വഴികളൊക്കെ കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വാഴൻ്റെ കൃഷി ആ കാണാൻ ഭാഗത്ത് ഇട്ടിട്ടുണ്ടോ ആ കാണാൻ അവിടെ നമ്മൾ നേരത്തെ പോയത് പിന്നെ പോലെ നമ്മൾ വന്ന വഴി ഇതാ അവിടെ നമ്മൾ ഫസ്റ്റ് വന്നത് ആ കാണൊരു വഴി ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഫസ്റ്റ് വന്നത് അത് നമ്മൾ ഇൻട്രോ എടുത്ത ഭാഗത്ത് അവിടെ ലാസ്റ്റ് ആ മരത്തിൻ്റെ ബാക്ക് വെച്ച് ഇൻട്രോ എടുത്ത് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് പോയി അവിടെ നിന്നിട്ട് നമ്മൾ കല്യാണം ഇവിടെ കാണിച്ചു തന്ന് പിന്നെ ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നു പിന്നെ കാണിച്ച എല്ലായിടത്തും പോയാലും തന്നെ ഈ കാണാൻ വയ്യൂ ഇവിടെ വലിയ പാടൊക്കെ ഉണ്ട് കേട്ടോ പാടം കാണിച്ചു ഞങ്ങൾക്ക് ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നാണ് ഇവിടുന്ന് ഇപ്പോൾ ഞാൻ പാടം കാണിച്ചു തരാം പാടമുണ്ട് ഞാൻ കാണിച്ചു തരാം ഏയ് പാടം നോക്ക് വലിയ പാടം ഇവിടുന്ന് അടിയിൽ കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട് വലിയ വെള്ളം ഉണ്ടാവും തുറന്നടാ ഒരാൾ നിൽക്കേ ആവട്ടെ ഇല്ലടാ വെള്ളമൊന്നുമില്ല വെള്ളമില്ല നമ്മളെ മേലത്തെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടിയിൽ പോയിട്ട് എന്താണെന്ന് അവിടുത്തെ നോക്കിയിട്ട് വരാം ഇവിടെ ടീമൊക്കെ ഉണ്ട് ഇവിടെ വരുമ്പോൾ നേരത്തെ കാണിച്ചു തന്നെയാണ് ആടാ നമുക്ക് ഇതിമക്കൂടെ ഒന്ന് കയറി നോക്കി വെക്കട്ടാ ഇത് പിടിച്ച ഒരാൾ ക്യാമറ പിടിച്ച ഞാനത് ഇറങ്ങിയത് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്കിപ്പ് ആവാണ് ഇനിയിപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കിയേക്കാം എന്താ അവിടുത്തെ ഹാല് നോക്കണ്ടേ നമ്മൾ നേരത്തെ തന്നെ കറങ്ങിയിട്ടാട്ടോ വന്നത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വന്നത് അവിടെ വഴിയുണ്ട് ചെറിയ വഴി ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല കാണാൻ നമ്മൾ ഈ വഴിക്കൂടെ വന്നേന്ന് ഏകദേശം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വേറെ പരിപാടികളൊന്നും ഇവിടെ കാണാനില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം